ഗൈസ്, നമുക്കിന്നൊരു താറാവ് കറി റെഡിയാക്കാം. അതിനായി ഞാനിവിടെ 2 കിലോ താറാവ്, സവാള, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, തക്കാളി എന്നിവയാണ് എടുത്തിരിക്കുന്നത്. ആദ്യം തന്നെ ഒരു പാൻ എടുത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായതിനു ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള അതിലേക്ക് ചേർക്കാം. അത് 1 മിനിറ്റോളം ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും തക്കാളിയും അതിനാവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ ഇളക്കണം. ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റി വരണം. നമ്മുടെ തക്കാളിയെല്ലാം നല്ല മഷി പോലെ ആകണം. ഇതിന് കുറച്ച് സമയമെടുക്കും. ഈ സമയം കൊണ്ട് നമുക്കിതിന് വേണ്ടിയുള്ള മസാലക്കൂട്ട് തയ്യാറാക്കാം. അതിനെ നമ്മളൊരു പ്ലേറ്റ് എടുത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 3 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി, 2 ടീസ്പൂൺ കുരുമുളകും 2 ടീസ്പൂൺ ഗരം മസാലയുമാണ് എടുക്കുന്നത്. ഗരം മസാല ഞങ്ങളിവിടെ വീട്ടിൽ തന്നെ തയ്യാറാക്കിയതാണ്. ഇതെല്ലാം ഇട്ടതിന് ശേഷം ഒരു സ്പൂൺ എടുത്ത് അതിനെ നല്ലതുപോലെ മിക്സ് ചെയ്യണം. ഇതെല്ലാം ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും നമുക്ക് വേറൊരു അടുപ്പിൽ ഒരു പാൻ വെക്കാം. അതൊരു ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് ചെറു ചൂടാവുന്ന സമയത്ത് നമുക്ക് ഈ പൊടികളെല്ലാം അതിനകത്ത് ചേർക്കാം. ഒരു 2 മിനിറ്റോളം ഇതിനെ മൂപ്പിച്ചെടുക്കണം. പച്ചമണം മാറുന്നിടം വരെ. കരിഞ്ഞു പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ സമയം കൊണ്ട് നമ്മുടെ സവാളയും തക്കാളിയും എല്ലാം നല്ലതുപോലെ ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ടായിരിക്കും. ആ വഴണ്ടി വന്നിരിക്കുന്ന തക്കാളിയും സവാളയിലേക്കും നമുക്ക് ഈ പൊടികളെല്ലാം കൂടെ ചേർത്ത് നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇതെല്ലാം ഒന്ന് 2 മിനിറ്റോളം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മുടെ താറാവും കൂടെ ചേർക്കാം. ആ താറാവ് ചേർത്തതിന് ശേഷം അതിനെയും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് നോക്കാം. ഉപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപ്പ് ഈ സമയത്ത് ഇടാവുന്നതാണ്. എന്നിട്ട് അതിലേക്ക് നല്ല തിളപ്പിച്ച വെള്ളം അതിലേക്ക് ചേർക്കാം. ആവശ്യത്തിന് തിളപ്പിച്ച വെള്ളം ചേർക്കുക. നിങ്ങൾക്ക് കിഴങ്ങിടുന്നത് ഇഷ്ടമാണെങ്കിൽ കിഴങ്ങിടാം, ഇല്ലെങ്കിൽ ഇടണ്ട. എനിക്കിഷ്ടമായതുകൊണ്ടാണ് ഞാനിവിടെ ചേർക്കുന്നത്. എന്നിട്ട് നമുക്കിതിനെ മൂടി വെച്ച് 45 മിനിറ്റോളം ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോഴേക്ക് നമ്മുടെ താറാവ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് നമ്മൾക്ക് കഴിക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്.